ലെനോവോയുടെ ലെനോവോ ടാബ് K11 എൻഹാൻസ്ഡ് എഡിഷൻ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ടാബ് K11 എൻഹാൻസ്ഡ് എഡിഷൻ എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 11 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD പാനൽ ഓക്കെയാണ്. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ, ഫോണുകളുടെ കാര്യത്തിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ LCD ഡിസ്പ്ലേ ഓക്കെയാണ്. റെസൊല്യൂഷൻ വരുന്നത് 1920x1200 ആണ്. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പീക്ക് ബ്രൈറ്റ്നസ് 400 നിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സേ വരുന്നുള്ളൂ. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വലിയ തിരക്കേടില്ല എന്ന് പറയായിരുന്നു. പിന്നെ വെയിറ്റ് വരുന്നത് 496 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.15 mm ആണ്. പിന്നെ ടാബ് പെൻ പ്ലസ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ലൂണ ഗ്രേ എന്നുള്ള കളർ വേരിയൻ്റ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ Helio G88 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര നല്ലൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ടാബുകളിലൊക്കെയാണ് ഈ ഒരു പ്രോസസ്സർ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിലാണ് 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ടാബിൽ ഈ ഒരു പ്രോസസ്സർ കൊടുത്തിരിക്കുന്നത്. അപ്പം പ്രോസസ്സർ ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പെർഫോമൻസും ഗെയിമിംഗ് ഒക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ് എടുക്കുന്നത് അത്ര നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 695 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ടാബുകളൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ അതുപോലുള്ള ടാബുകളൊക്കെ നോക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ടാബിൽ 8 GB റാമും എടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ പ്രോസസ്സർ അത്ര മികച്ചതല്ല എന്നുണ്ടെങ്കിൽ 8 GB റാമിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. പിന്നെ 128 GB ഇൻറ്റേർണലും ഇതിൽ വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ടാബായിട്ട് പോലും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് പോലും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം അതും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്നൊരു ടാബിൽ നമ്മൾ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ അത് മിസ്സിംഗ് ആണ്. പിന്നെ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 13 MP ക്യാമറ സെൻസറാണ് വരുന്നത്. സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് ഫോണിൻ്റെ പിന്നിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാബുകളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ വലിയ തരക്കേടില്ല എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഫോണുകളിലാണ് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഫീച്ചേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. ടാബ് എന്നുള്ളത് അത്ര വലിയൊരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 7040 mAh ബാറ്ററിയാണ് വരുന്നത്. തരക്കേടില്ലാത്ത ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ ടാബുകളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ. പിന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നുണ്ട്. അത്ര മികച്ചൊരു ചാർജിങ് സ്പീഡൊന്നും അല്ല. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പും അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 22,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ് അത്ര മികച്ചൊരു ടാബ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറോ അല്ലെങ്കിൽ ബാറ്ററി സെറ്റപ്പോ ഒന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇല്ലാത്തത് ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറല്ല. ബാറ്ററി സെറ്റപ്പും അത്ര മികച്ചതല്ല. ക്യാമറ സ്പെസിഫിക്കേഷൻ തിരക്കേടില്ല എന്ന് പറയാം. അത്രയേ ഉള്ളൂ. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വെറുത്തല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ടാബുകളൊക്കെ വരുന്നുണ്ട്. ചില ടാബുകളിലൊക്കെ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റെഡ്മിയുടെ ചില ടാബുകളൊക്കെ ഇതിനേക്കാൾ കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ റിയൽമിയുടെ ചില ടാബുകൾ ഇതിലും കുറച്ചൊരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിലും വരുന്നുണ്ട്. അപ്പം ആ ടാബുകളൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. അതിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും ചാർജിങ് സ്പീഡും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ടാബ് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇത് അത്രയും മികച്ചൊരു ടാബായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അതാണ് ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.